മോഡേൺ ചിന്തകളുള്ള സോണിയ രൺവീറിനെ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം സോണിയ വൈകി എണീറ്റ് ഒരുങ്ങി ഡൈനിങ് ടേബിളിൽ വന്നെത്തും. അവിടെ അവളുടെ അമ്മായിയമ്മ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വിളമ്പി വച്ചേക്കുകയായിരുന്നു. സോണിയ മോളെ, നീ എണീറ്റോ? വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇന്ന് അവളുടെ ആദ്യത്തെ ദിവസമല്ലേ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമല്ലേ, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. അതുകൊണ്ട് ഞാനും മൂത്ത മരുമകളും ചേർന്ന് ഒരുപാട് വിഭവങ്ങൾ നിനക്ക് വേണ്ടി ഉണ്ടാക്കി. അതൊക്കെ ശരിയാണ് അമ്മ, പക്ഷേ ഇതൊക്കെ എന്താണ്? പൂരി, മട്ടർ പനീർ, പായസം, വട, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആരാ കഴിക്കുന്നേ? മോളെ, ഞാൻ കരുതിയത് അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അപ്പോ ഇതുപോലത്തെ ഭക്ഷണമൊക്കെ മിസ് ചെയ്യൂലേ? ഒരിക്കലുമില്ല, ഇതുപോലത്തെ ഭക്ഷണമൊക്കെ ആരാ മിസ് ചെയ്യുന്നത്? സോണിയ മോഡേൺ ചിന്തകളുള്ള കുട്ടിയായിരുന്നോണ്ട് തന്നെ അവൾക്ക് മോഡേൺ ഭക്ഷണമാണ് ഇഷ്ടം. ചുട്ട ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് പഴയ കാലത്തെ ഭക്ഷണമാണെന്നാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ്, അമ്മ ഭക്ഷണമൊക്കെ റെഡിയായി, വരൂ. ഇതെന്താ മോളെ? പാസ്ത, അല്ലാണ്ട് എന്താ ഇത്? മോളെ, ഞാൻ ഇങ്ങനത്തെ ആഹാരം ഒന്നും കഴിക്കില്ലല്ലോ, എനിക്ക് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. അമ്മ, അന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, അപ്പൊ ഇതമ്മ കഴിച്ചേ പറ്റൂ. മരിമോള് പറഞ്ഞത് കേൾക്കാതിരിക്കാനും വയ്യ, ഇഷ്ടമില്ലാതെ ആ ഭക്ഷണവും അവള് കഴിച്ചു. സമയങ്ങൾ നീണ്ടുപോയി. സോണിയ അമ്മയാവാൻ പോകുന്നു. സോണിയെ അമ്മായിയമ്മയും ചേട്ടത്തിയും കൂടെ നന്നായി നോക്കാൻ തുടങ്ങി. സോണിയ, ഇന്ന ജ്യൂസ് കുടിക്കേ, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, ഇത് കുടിക്ക്, ചൂടല്ലേ ഇപ്പോ. അയ്യോ ചേട്ടത്തി, ഞാൻ ചൂട് കാരണം ഓൾറെഡി 2 ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞു, ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. സോണിയ, നിനക്കറിയാലോ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ശരീരത്തിന് നല്ലതല്ല എന്ന്. ഓഹ്, അമ്മ പറയുന്ന പോലെ വന്നിട്ട് എന്റെ അടുത്ത് ഓരോന്ന് പറയാൻ തുടങ്ങല്ലേ. അങ്ങനെ 9 മാസം നീണ്ടുപോയി. അങ്ങനെ അവൾ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകും, ഒരു മോനും ഒരു മോളും. മോളെ, ഞാൻ നിനക്ക് പാല് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നാ ഇത് കുടിക്ക്. അയ്യോ, ഈ പാല് നെയ്യുണ്ട്, എനിക്കിതൊന്നും വേണ്ട. രൺവീർ എനിക്ക് വേണ്ടി റെഡിമെയ്ഡ് ജ്യൂസ് ഓർഡർ ചെയ്യോ, എനിക്കത് കുടിച്ചാ മതി. മോളെ, ഈ കുപ്പില് വന്ന ജ്യൂസ് ഒന്നും കൊള്ളൂല ശരീരത്തിന്, ഇതങ്ങ് കുടിക്ക്. പിന്നെ ഈ ലഡുവും കഴിക്കുക, ആരോഗ്യത്തിന് നല്ലതാ. കാൽഷ്യത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാൻ തടി വെക്കൂ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാ. ഇതിൽ ഒരുപാട് കാലോറീസ് ഒക്കെ ഉണ്ട്, എന്റെ ബോഡിയുടെ ഷേപ്പ് ഓൾറെഡി പോയി കിടക്കുക. ഓൾറെഡി എന്നെ ആവശ്യമില്ലാതൊക്കെ തീറ്റിച്ച് ഞാൻ ഒരുമാതിരി ആയിരിക്കുക. അമ്മ ഇതെല്ലാം വീട്, എനിക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിത്താ. ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്കതൊന്നും കഴിക്കാനും പറ്റിയില്ല. മോളെ, ഈ സാധനങ്ങളൊക്കെ കഴിച്ച് എന്തിനാ ശരീരം ഇങ്ങനെ കളയുന്നത്? അമ്മ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവുമില്ല. ചേട്ടത്തിയോട് പറഞ്ഞ് എനിക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിത്താ പ്ലീസ്. ആ ശരി, എന്നാ ഒരു ലഡു എങ്കിലും കഴിക്കണേ. അങ്ങനെ അടുത്ത ദിവസം, എന്നാ മോളെ കിച്ചടി കഴിക്ക്. അമ്മ, ഈ പഴയ കാലത്തെ ആഹാരമൊന്നും എനിക്ക് കഴിക്കണ്ട. ലഡുവിനെ പോലെ അല്ല, രൺവീറിനെ കൊണ്ട് ഒളിച്ചും പാത്തും വാങ്ങിച്ച ചോലെ ഭട്ടൂരെ വെച്ചാ ഞാൻ ഇതുണ്ടാക്കിയത്. ഇതെല്ലാം കണ്ട് മരുമക്കളുടെ അടുക്കള 2 ആക്കി അമ്മായിയമ്മ. മോഡേൺ ആയിട്ടുള്ള മരുമകൾക്ക് മോളിൽ മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചൺ റെഡിയാക്കി. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. മക്കൾക്ക് 7 വയസ്സായി. 2 പേര് സ്കൂളിലൊക്കെ പോകും. ഒരു ദിവസം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാക്രോണിയാണ് ഞാനിന്നുണ്ടാക്കിയത്. ഹായ്, എനിക്ക് മാക്രോണി ഭയങ്കര ഇഷ്ടാ, എന്റെ ടിഫിൻ ബോക്സിൽ നിറച്ച് മാക്രോണി വെക്കണേ. അമ്മ, എനിക്കും കൂടെ. ഉറപ്പായിട്ടും മക്കളെ, നിങ്ങൾ 2 പേരെ ടിഫിൻ ബോക്സിൽ ഞാൻ നിറച്ച് മാക്രോണി വെച്ചിട്ടുണ്ടേ. സോണിയെ പോലെ തന്നെ അവളുടെ 2 മക്കളെയും ഇതുപോലത്തെ ആഹാരമൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിച്ചു. അവളുടെ അടുക്കളയിൽ എപ്പോഴും ഇതുപോലത്തെ ആഹാരമായിരുന്നു. ഒരു ദിവസം, അമ്മ, ഡിന്നറിന് എന്താ കഴിക്കാൻ? മോളെ, എനിക്കിന്ന് നടുവേനയാ, ആഹാരം ഉണ്ടാക്കാനൊന്നും വയ്യ. നീ അച്ഛനെ ഫോൺ ചെയ്തിട്ട് അടുത്ത ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിപ്പിക്ക്. എന്നാ പിന്നെ നൂഡിൽസ് വാങ്ങിപ്പിക്കാം. റൂഹി രൺവീറിന് കോൾ ചെയ്യും, ആഹാരമൊക്കെ മേടിച്ചോണ്ട് വരാനായിട്ട് പറയും. കുറച്ചേരം കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ പാഴ്സൽ വരും. വാതിൽ താഴെയായതുകൊണ്ട് അമ്മായിയമ്മ തുറക്കും. മുകളിൽ താമസിക്കുന്ന മാഡം ഓർഡർ ചെയ്തതാണ്. ഇത് പറഞ്ഞ് കൊറിയർ ബോയ് അവിടെ നിന്ന് പോകും. സോണിയ എപ്പോഴും സോണിയക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ മാഗി, ന്യൂഡിൽസ്, ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ അതുപോലത്തെ ആഹാരമായിരുന്നു. ഇനി ചൂടുകാലത്ത് പിള്ളേർക്ക് മാംഗോ ഷേക്ക് വേണമെന്ന് പറയുമ്പോ, മാംഗോ ഷേക്ക്, മാങ്ങയൊക്കെ എടുത്ത് ഇനി എല്ലാം ഷേക്ക് അടിക്കേണ്ടേ, അത് പാടാ. ഇന്നാ ഫ്രൂട്ടി ഉണ്ട്, ഇത് കുടിച്ചോട്ടോ. അപ്പോഴത്തേക്കും ചേട്ടത്തി അവിടെ വരും. മക്കളെ, ഇത് മാങ്ങയുടെ ജ്യൂസാ, കുടിച്ചു നോക്ക്, നാട്ടിലെ ചിറ്റമ്മ കൊണ്ടുവന്നതാ. പണ്ടത്തെ കാലത്തൊക്കെ ചൂട് വരുമ്പോ ഇതാ കുടിച്ചോണ്ടിരുന്നത്, ഇത് ഹെൽത്തിയാണ്. ചിറ്റ വന്നിട്ടുണ്ടോ? അത് ശരി ചേട്ടത്തി, ഇതുപോലത്തെ സാധനങ്ങളൊന്നും എന്റെ പിള്ളേരെ കുടിപ്പിക്കാൻ നോക്കല്ലേ. പിള്ളേരെ, കൂൾ ഡ്രിങ്ക്സ് കുടിക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്ന ചിറ്റ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. 2 ദിവസം നിന്നപ്പോ തന്നെ എല്ലാ കാര്യം പിടികിട്ടി. ഒരു ദിവസം സോണിയുടെ അമ്മായിയമ്മയും ചേട്ടത്തിയും എന്തോ കാര്യത്തിനായി ഹരിദ്വാര് പോയേക്കുമായിരുന്നു. പെട്ടെന്ന് രൂഹിക്കും യശനും ഒട്ടും വയ്യാണ്ടാകും.
അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവരോട് പറയും, യഷിന്റെ ലിവറിന് ഇൻഫെക്ഷനായി. നിങ്ങൾ പതിവായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നത്. മൈദ കൊണ്ടുണ്ടാക്കുന്ന നൂഡിൽസ്, പാസ്ത, മോമോസ്, മാഗി ഇതൊക്കെ കഴിച്ചിട്ടാണ് റൂഹിയുടെ വയറ്റിൽ ഇപ്പോൾ സ്വെല്ലിംഗ് വന്നത്. പിള്ളേരുടെ ഭക്ഷണകാര്യത്തിൽ ഇനി അങ്ങോട്ടേക്ക് നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഇതെല്ലാം കേട്ട് സോണിയുടെ കണ്ണു നിറഞ്ഞു പോകും. വിഷമിക്കണ്ട മോളെ, ഞാൻ ഇവിടെയില്ലേ. നിന്റെ അമ്മായിയമ്മയും ചേട്ടത്തിയും വരുന്നത് വരെ ഞാൻ പിള്ളേരെ നന്നായി നോക്കിക്കോളാം കേട്ടോ. അങ്ങനെ ചിറ്റമ്മ ലൈറ്റായിട്ടുള്ള ഫുഡ്, കഞ്ഞി, പയറ്, സേമിയ, റവ, വെജിറ്റബിൾ കറി, പരിപ്പ് കറി, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് നെയ്യിലുണ്ടാക്കിയ ലഡ്ഡു, അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഓക്കെയായി. ഇതെല്ലാം കണ്ട് സോണിയയ്ക്ക് അവൾ ചെയ്ത തെറ്റ് മനസ്സിലായി. ഇതൊക്കെ തന്നെയായിരുന്നു അമ്മായിയും അമ്മയും ചേട്ടത്തിയും അവൾക്കും കൊടുത്തിരുന്നത്. പക്ഷെ പഴയകാലത്തെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കുമായിരുന്നു. ഇതുപോലത്തെ ഹെൽത്തി ഫുഡ് കഴിച്ച് പിള്ളേര് ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. ഈ മാറ്റങ്ങളൊക്കെ കണ്ട് ചേട്ടത്തിയമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും സന്തോഷമായി. ബന്ധങ്ങളിൽ പുതുമയും പാരമ്പര്യവും ഒരുപോലെ ആസ്വദിക്കേണ്ടതാണ്. പരസ്പരം പഠിപ്പിക്കുന്ന ബന്ധമാണ് ഏറ്റവും രുചികരമായ ബന്ധമെന്നാണ്. പാലംപൂർ ഗ്രാമത്തിൽ ഗണേശ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടായിരുന്നു. അയാളുടെ കുടുംബത്തിൽ ഭാര്യ മാധുരിയും 7 വയസ്സുള്ള മോനുവും 6 വയസ്സുള്ള പിങ്കിയും ഉണ്ടായിരുന്നു. ഗണേശ് ഒരു കൃഷിക്കാരനായിരുന്നു. അവന് പച്ചപ്പട്ടാണിയുടെ കൃഷിയുണ്ടായിരുന്നു. അവനത് വിറ്റാണ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അവന് നല്ല വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും കുടുംബം നന്നായിട്ട് തന്നെ അവൻ പോറ്റിയിരുന്നു. അങ്ങനെ ഒരു ദിവസം, അച്ഛാ, എന്റെ സ്കൂൾ ബാഗ് കീറിയിരിക്കുക. അമ്മ തയ്ച്ചെങ്കിലും അത് വീണ്ടും കീറി. അത് ചേട്ടന്റെ ബാഗല്ലായിരുന്നോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അച്ഛാ, എനിക്ക് പുതിയ ബാഗ് വാങ്ങിച്ചു താ. സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു അച്ഛാ. എൻ്റെ മോൾക്ക് ഇപ്പോൾ പുതിയൊരു ബാഗ് വേണം, ശരിയല്ലേ? ഈ പ്രാവശ്യത്തെ കൊയ്ത്ത് നന്നായിരുന്നാല് എൻ്റെ മോൾക്ക് ഞാൻ പുതിയ ബാഗ് വാങ്ങി തരും. എൻ്റെ മോള് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നീ വേണം കാത്തുരക്ഷിക്കാൻ. അച്ഛാ, അവക്ക് പുതിയ ബാഗ്. എൻ്റെ ബാഗിൻ്റെ കാര്യം എന്തായി? ഒന്ന് പോടാ അവിടുന്ന്. അവളെ പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയാ ബാഗ് ചോദിച്ച, അല്ലാതെ നിന്നെപ്പോലെ കാശ് കളയാൻ വേണ്ടിയുള്ള കാര്യത്തിനല്ല. നിന്നെക്കാളും ചെറുതാണെങ്കിലേ അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. നിങ്ങളങ്ങ് മിണ്ടാതിരിക്കുന്ന, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാ. നിങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ നോക്ക്. മഴ പെയ്യാനേ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ കൊട പോലും ഇല്ല. ആഹാ, പിള്ളേരെ വേഗം വന്നാൽ പോകാം നമുക്ക്. അതേമാതിരി ഞാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നേരെ കൃഷി സ്ഥലത്ത് പോകും കേട്ടോ. അത് നീ പെട്ടെന്ന് പണിയെല്ലാം തീർത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് പച്ചപ്പട്ടാണി നല്ല വിളവുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം നല്ല കൊടയും ബാഗും ഒക്കെ വാങ്ങും കേട്ടോ മക്കളെ. അച്ഛാപ്പ, എനിക്കുള്ള ബാഗോ? നീ ഒരിക്കലും നന്നാവത്തില്ലടാ. ഗണേഷ് രണ്ടുപേരെ സ്കൂളിലാക്കിയിട്ട് കൃഷിയിടത്തേക്ക് പോകും. കുറച്ചേരം കഴിഞ്ഞ് മാധുരിയും ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ കൃഷി സ്ഥലത്തെത്തും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യാനും തുടങ്ങി. രണ്ടുപേരും കൃഷിഭൂമിയിൽ നന്നായി ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം, അതേ മാതിരി നമ്മുടെ പച്ചപ്പട്ടാണിയൊക്കെ നല്ലപോലെ വിളഞ്ഞിട്ടുണ്ട്. നാളെ നമുക്കിതിന്റെ വിളവെല്ലാം എടുത്താലോ? ആ ശരിന്നേ, ബാ നമുക്ക് വീട്ടിൽ പോവാം. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി അവര് വീടിന്റെ ഉടമസ്ഥനായ ഘനശ്യാമിനെ കാണും. അരുത് ഗണേശോ, നീ എന്താ മുങ്ങി നടക്കുവാണോ? മറന്നോ അതോ ഓർമ്മിപ്പിക്കണോ? ഈ മാസത്തെ വാടക ഇതുവരെയും കിട്ടിയില്ല. മുതലാളി, എനിക്ക് കുറച്ച് ദിവസത്തെ അവധി തരണം കേട്ടോ. എത്രയും പെട്ടെന്ന് ഞാൻ പൈസ തരാം. അത് നീ തന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെ നിന്റെ കുടുംബത്തിനെ ഞാൻ പെടലേക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടും. അയ്യോ, അങ്ങനെ പറയല്ലേ മുതലാളി, കുറച്ചു ദിവസം തന്നാ മതി. എടി റാണി, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം സമയം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞ് ഘനശ്യാം അവിടെ നിന്ന് പോയി. മാധുരിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാരും അവളെ ഒരു നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ചെരുപ്പൂരി അവന്റെ മുട്ടത്തലക്ക് ഒരെണ്ണം കൊടുക്കാൻ തോന്നിപ്പോയി. അവനൊരു മര്യാദയില്ലാത്തവനാ. പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല അവന്. അതങ്ങ് വിട്ടുകള, അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാലോ. രണ്ടുപേരും വീട്ടിലേക്ക് പോയി. രാത്രിയായപ്പോൾ അവര് ഭക്ഷണം കഴിച്ച് തറയിൽ പാവരിച്ച് കിടന്നുറങ്ങി. ഇനി ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. പക്ഷെ തലയെഴുത്ത് വേറെ ഒന്ന് തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ രാത്രിയായപ്പോ ഇടിമിന്നലോടെ മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാമത്തിൽ തോരാത്ത മഴ തന്നെയായിരുന്നത്. ആ മഴയിൽ അവരുടെ പച്ചപ്പട്ടാണിയെല്ലാം നശിച്ചുപോയി. മഴ തോർന്നു കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അവര് രണ്ടുപേരും പോയി നോക്കിയപ്പോ എല്ലാം പോയിരുന്നു. ഗണേഷ് ഈ അവസ്ഥ കണ്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ദൈവമേ, എല്ലാം പോയല്ലോ. എന്തിനാണോ പാവപ്പെട്ടവരുടെ ജീവിതം ദൈവം ഇങ്ങനെ നരകമാക്കുന്നത്? എന്റെ മക്കളുടെ ആഗ്രഹം ഞാനിനി എങ്ങനെ സാധിച്ചു കൊടുക്കും? മാധുരി വലിയ ധൈര്യശാലിയായിരുന്നു. അവള് ഗണേഷിന് ധൈര്യം കൊടുത്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. നോക്ക്,
കാലാവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മുടെ തലയെഴുത്ത് എന്താണോ അതല്ലേ നടക്കൂ. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കെ. ഇതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമല്ലേ? ദൈവം എന്തായാലും നല്ലത് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ നടന്നത്. ഗണേഷിന്റെ കൃഷി നഷ്ടപ്പെട്ടതിൽ ഗണേഷിന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഘനശ്യാമ് ഗുണ്ടകളെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് വന്നു. നിന്റെ കൃഷിയെല്ലാം പോയില്ലേടാ. ഇവിടെ തിന്നാനെങ്കിലും എന്തെങ്കിലും ഉണ്ടോടാ നിനക്ക്? ഇനി നീ എന്റെ വാടക എവിടുന്ന് തരൂടാ? ഒട്ടും സമയം കളയാതെ എല്ലാവരും ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. മുതലാളി അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ദുഃഖത്തിലാണിപ്പോ. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഈ അവസ്ഥയിൽ ഞാൻ ഈ ഭാര്യയും പിള്ളേരും കൊണ്ട് എങ്ങോട്ട് പോവാനാ? നീ എവിടെയെങ്കിലും പോടാ, എനിക്കെന്താ അതിന്? പിന്നെ റാണി, നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ കേട്ടോ. സത്യമായിട്ടും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. ഇനി നീ എന്റെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞു വന്നാൽ ചെരുപ്പൂരിങ്ങ നിന്റെ മൊട്ടത്തലേക്ക് ഒരെണ്ണം തരും. മര്യാദക്ക് നിന്നോണം കേളവാ. നീ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറക്കുന്നേ? ഞങ്ങൾ തന്നെ പോയി തരാം. അമ്മ, ഈ മുളക് പൊടി അവന്റെ കണ്ണിലേക്ക് എറിയമ്മ. വന്നിരിക്കുന്നു പന്ന കിളവൻ. എടാ പന്ന ചെറുക്കാ. ഡേയ്, എന്റെ പിള്ളേരെ അങ്ങനെ തൊട്ടാലുണ്ടല്ലോ. നിന്റെ ആ 2 കൈയുണ്ടല്ലോ, ഒരെണ്ണം നേരെ പോയി കന്യാകുമാരിയിലും ഒരെണ്ണം പോയി കാശ്മീരിലും കിടക്കും. മാധുരി അവളുടെ ഭർത്താവും പിള്ളേരുമായിട്ട് അവിടെ നിന്ന് പുറപ്പെടും. കുറച്ചേരം കഴിയുമ്പോൾ നല്ല കാറ്റ് വീശും. കൂടെ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. മഴയത്ത് നനഞ്ഞ് അവരൊരു കാട്ടിലെത്തിപ്പെടും. അവിടെ അവർക്കൊരു ഗുഹ കാണും. അവരതിൽ താമസിക്കാൻ തുടങ്ങി. പുറത്ത് നല്ല മഴയും വയറ്റിൽ നല്ല വിശപ്പും. എങ്ങനെയൊക്കെ അവര് കിടന്നങ്ങ് ഉറങ്ങും. അടുത്ത ദിവസം രാവിലെ മഴയങ്ങ് നിൽക്കും. അമ്മ, വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരുവോ? ഇറങ്ങുന്ന സമയം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിരുന്നു. അത് വെച്ച് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാം. ശരി മാധുരി, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. വൈകുന്നേരം ആവുമ്പോ ഗണേഷ് വെറും കൈയോടെ വരും. ഒരിടത്തും ജോലി കിട്ടിയില്ല മാധുരി. എനിക്കാണെ ഒരു പിടിയില്ല എന്ത് ചെയ്യും നിങ്ങളുടെ കാര്യത്തിലെന്ന്. നമുക്ക് രണ്ടുപേർക്കും എത്ര സമയം വേണം വിശന്നിരിക്കാൻ പറ്റും. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. മാധുരി കഴുത്തിലണിഞ്ഞിരുന്ന വെള്ളിമാല ഗണേഷിന് കൊടുക്കും. ഇത് വിറ്റിട്ട് ഗോതമ്പ് പൊടി മേടിക്ക്. പക്ഷെ മാധുരി, ഇത് നിന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നീ സൂക്ഷിച്ചതല്ലേ? അത് ശരിയാ, പക്ഷെ ഒരു അമ്മ തന്നെയല്ലേ മക്കൾക്ക് വേണ്ടി വിൽക്കുന്നത്. കൂടുതൽ ആലോചിക്കേണ്ട, പോയിട്ട് വാ. ഗണേഷ് പോയിട്ട് ഗോതമ്പ് പൊടിയും സാധനങ്ങളും വാങ്ങിവരും. മാധുരി കൃഷിഭൂമിയുടെ അടുത്ത് പോകും. എന്നിട്ട് അവിടുത്തെ പൊട്ടിയ പച്ചപ്പട്ടാണി കയ്യിൽ എടുത്തുകൊണ്ടങ്ങ് പോരും. എന്നിട്ടതിനെ അവള് എണ്ണയിലിട്ട് വറക്കും. കുറച്ച് മസാല ഉണ്ടാക്കി അതിലേക്ക് ഈ വറുത്ത പച്ചപ്പട്ടാണി ഇടും. കുറച്ച് നിമിഷങ്ങൾക്കകം നല്ല ഒരു പച്ചപ്പട്ടാണി കറി റെഡിയാവും. എന്നിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും. എന്നിട്ട് ആദ്യത്തെ എല്ലാരും കഴിക്കുമ്പോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ടു നോക്കും. എന്തു പറ്റി? കറിക്ക് വല്ല പ്രശ്നമുണ്ടോ? അമ്മാ, നല്ലതല്ല, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയാലോ മാധുരി, ഇത്രയും രുചിയുള്ള കറി ഞാൻ കഴിച്ചിട്ടില്ല. ആരും തന്നെ ഈ കറി കഴിച്ചിട്ടുണ്ടാവില്ല. നീ ഇത് എവിടുന്ന പഠിച്ചത്? ആ സത്യം പറയാലോ, ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ നമ്മുടെ കൃഷിഭൂമിയുടെ അവിടെ പോയപ്പോ പച്ചപ്പട്ടാണി എടുത്തോണ്ട് വന്ന് അതിനെ ഞാൻ വെയിലത്തുണക്കി അതിനെ വറുത്തെടുത്തു. സത്യം പറഞ്ഞ നന്നായിട്ടുണ്ട് കറി. ഇതിനെ നീ നല്ല കച്ചവടമാക്കി മാറ്റിയാൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. സത്യമാണോ? എന്നാ ആലോചിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിയാലോ? പച്ചക്കറി ഇപ്പോഴും ഉണ്ട്. നമുക്ക് പൂരിയും കൂടെ ഉണ്ടാക്കിയാലോ? നിങ്ങൾ ചട്ടിയിൽ കറിയും പാത്രത്തിൽ പൂരിയാക്ക്. ഞാൻ ഇല കൊണ്ടുള്ള പ്ലേറ്റും ഡബറയൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിൽ കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ച് പോയി ചെയ്യാം. എല്ലാ ഒരുക്കങ്ങൾക്ക് ശേഷം അവര് ചന്തയിലോട്ട് പോയി. പൂരിയും വറുത്തെടുത്ത പച്ച പട്ടാണി കറിയുണ്ട്. വറുത്തെടുത്ത പച്ചപ്പട്ടാണി കറിയോ? ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നേ. അല്ല ചേട്ടാ, എത്ര ഒരു പ്ലേറ്റിന്? അത് 30 രൂപയാണ്. എന്നാ പറഞ്ഞതാ. മാധുരി ഒരു പ്ലേറ്റിൽ എല്ലാം വിളമ്പി അങ്ങേർക്ക് കൊടുക്കും. മാധുരി വറുത്തെടുത്ത പച്ചപ്പട്ടാണിക്കറി ശരിക്കും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പേരത് ഡിമാൻഡ് ചെയ്തു വന്നു. എന്നാ രുചിയാ ചേട്ടാ ഇതിന്. നാളെ അമ്പലത്തിൽ അന്നദാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കറി നിങ്ങൾ നാളെ അവിടെ പൂരിയുടെ കൂടെ കൊടുക്കണം. അഡ്വാൻസ് ആയിട്ട് ഇന്നാ പിടിച്ചോ, 30,000 രൂപ. ആദ്യ ദിവസം തന്നെ നല്ല ഓർഡർ കിട്ടി. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസം അന്നദാനത്തിന് വേണ്ടി അതേ കറിയും പൂരിയും അവൾ ഉണ്ടാക്കി. അന്നദാനത്തിലും വറുത്തെടുത്ത പച്ചപ്പട്ടാണി കറിയും പൂരിയും എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അവര് സ്വന്തമായി ഒരു ഉന്തുവണ്ടിയൊക്കെ വാങ്ങിച്ച് തട്ടുകട തന്നെ ഇട്ടു. അങ്ങനെ അവർക്ക് എന്നും നല്ല നല്ല ഓർഡർ വരാൻ തുടങ്ങി. അതിൽ നിന്നും അവർക്ക് ഒരുപാട് വരുമാനം വന്നു തുടങ്ങി. അതുകൂടാണ്ട് ഗണേശ് കൃഷിഭൂമിയിൽ പച്ചപ്പട്ടാണി വീണ്ടും കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വറുത്തെടുത്ത പച്ചപ്പട്ടാണി കറി എന്നും ഉണ്ടാക്കി. അതിൽ നിന്നും നല്ല ലാഭം കിട്ടി. അവർക്കിപ്പോ എല്ലാം ഉണ്ട്. സ്വന്തമായി ഒരു വീട്, പിങ്കിക്ക് ബാഗ്, മോനുവിന് പുതിയ ബാറ്റ്, പിന്നെ എല്ലാവർക്കും ഓരോരോ കൊടയും. Thanks for watching.